ഹലോ, എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ കൈയക്ഷരം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയാണ്. വലിയ കുട്ടികളുടെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയ കുട്ടികൾ, എഴുതി തുടങ്ങുന്ന കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ അവരുടെ കൈയക്ഷരം വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു 3 വയസ്സ് മുതലൊക്കെ ആയിരിക്കും കുട്ടികളെ സ്വന്തമായിട്ട് പെന്നോ പെൻസിലോ ചോക്കോ ഒക്കെ പിടിച്ച് ചെറിയ ചെറിയ ലൈൻസ് വരയ്ക്കാനും അവർക്കിഷ്ടമുള്ള രീതിയിൽ കുത്തി വരയ്ക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചും കൂടി അവരെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭാവിയിൽ 2, 3, 4 കൊല്ലത്തിനുള്ളിൽ അവർക്ക് നല്ല ഒരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. കുട്ടികളെ അധികം സ്ട്രെസ് ചെയ്യാതെ അവർ പോലും അറിയാതെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ചുരുക്കം ചില പോയിൻറ്റ്സാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അവരെ ഒരുപാട് കളർ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. കളറിങ് മാത്രമല്ല, ഡ്രോയിങ്ങും ഒരുപാട് ചെയ്യാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. എത്രത്തോളം കളേഴ്സ് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പെൻസിൽസ് അവർ വരയ്ക്കട്ടെ. ചുമരിലോ പേപ്പറിലോ നിലത്തോ എവിടെയാണെങ്കിലും അവർ വരയ്ക്കട്ടെ. അതിനെ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. കാരണം വര എന്നത് അവരുടെ കൈക്ക് വഴക്കം കിട്ടാനും അവരുടെ പേശികളൊക്കെ ബലപ്പെടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. കുഞ്ഞു വിരലുകളല്ലേ, അതിനൊക്കെ ബലം വരാനും ഒക്കെ അവരുടെ ബ്രെയിൻ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കളറിങ്ങും ഡ്രോയിങ്ങും. അതുപോലെ പല തരത്തിലുള്ള പല ടൈപ്സ് ഓഫ് കളറിങ് സെറ്റ്സ് വാങ്ങിക്കൊടുക്കാം. അക്രിലിക്, വാട്ടർ കളർ, ഓയിൽ പേസ്റ്റൽസ്, ക്രയോൺസ്, പെൻസിൽ കളേഴ്സ് എല്ലാം വാങ്ങിക്കൊടുക്കുക. എല്ലാം അവർ യൂസ് ചെയ്ത് കൈക്കൊരു തഴക്കം വരട്ടെ. ഒരു 4-5 വയസ്സാകുമ്പോഴേക്കും അവരുടെ കൈക്ക് നന്നായിട്ട് വഴക്കം കിട്ടും. ഈ ഒരു തഴക്കമാണ് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൈ വഴങ്ങണം. അപ്പോൾ അത് ചെറുപ്പത്തിലെ നമ്മൾ ഈ കളറിങ്ങിലൂടെയും ഡ്രോയിങ്ങിലൂടെയും ഒക്കെ ശീലിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എഴുത്ത് എന്നുള്ളത് ഒരു വലിയൊരു കടമ്പയായിട്ട് ഒരിക്കലും തോന്നില്ല. അടുത്തത് നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് പാറ്റേൺ ട്രേസിങ്. പാറ്റേൺ ട്രേസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയ പാറ്റേൺസ് നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ ചെറിയ സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ കുത്തായിട്ട് നമ്മൾ കുത്തുകളിലൂടെ യോജിപ്പിക്കുക എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് സംഭവം. സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് സ്ലാൻഡിങ് ലൈനാണ്, ചിരിച്ചു കൊണ്ടുള്ളത്. പിന്നെ കേർവ്ഡ് ലൈൻ വരയ്ക്കാം, സി പോലെയുള്ള വളഞ്ഞ കേർവ്ഡ് ലൈൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെറിയ കുട്ടികൾക്ക് ആദ്യം തുടക്കത്തിലൊക്കെ, നിങ്ങൾക്കറിയാം LKGയിലൊക്കെ പഠിക്കുന്ന സമയത്ത് വർക്ക് ബുക്കിലൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട്, കൈക്ക് വഴക്കം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുക. പിന്നെ കുറച്ച് അവർ ഈ ലൈൻസൊക്കെ വരച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ചില രൂപങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ അതിലൂടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൈക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ആണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൈ വഴങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ്. പിന്നെ ഇതുപോലെ ഒരു പൂവ് വരച്ച് പിന്നെ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുത്ത് ദൂരെ ഒരു പൂമ്പാറ്റയെ വരച്ച് അതിനെ യോജിപ്പിക്കുക. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വർക്ക്ഷീറ്റുകൾ കുട്ടികൾക്ക് ഡെയിലി കൊടുക്കുക. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ട്രേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ വലിയ ലെറ്റേഴ്സ് വലിയ രീതിയിൽ എഴുതിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ബിഗ് ലെറ്റർ എ കുറച്ച് വലുതായിട്ട് എഴുതിയിട്ട് അതിന് മുകളിലൂടെ കുട്ടികളെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെറിയ അക്ഷരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്കത് കഴിയില്ല. അപ്പോൾ 3-4 വയസ്സൊക്കെയുള്ള കുട്ടിക്ക് വലിയ ബിഗ് ലെറ്റർ എ, ബിഗ് ലെറ്റർ ബി, പിന്നെ വലിയ നമ്പേഴ്സൊക്കെ വലുതാക്കി എഴുതി കൊടുക്കുക. ഒരു പേജിൽ 1 വരുന്ന രീതിയിൽ വലുതാക്കി എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇതവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഈ ലെറ്റേഴ്സൊക്കെ നന്നായിട്ട് ഇംപ്രിൻ്റ് ചെയ്യപ്പെടാനും പിന്നെ അതേപോലെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടാനും ഒക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഡെയിലി നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു വർക്ക് ബുക്ക് ഉണ്ടാക്കുക. ഡെയിലി ഒരു ഷീറ്റെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുക്കുക.
പിന്നീട് നമുക്ക് ഈ ലെറ്റേഴ്സിൻ്റെ വലിപ്പം കുറച്ച് ചെറിയ രീതിയിൽ കുട്ടീനെ എഴുതാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാം. സ്മോൾ ലെറ്റർ എയും പിന്നെ നമ്പേഴ്സൊക്കെ ചെറുതാക്കി എഴുതിയിട്ട് ആ രീതിയിൽ ട്രേസ് ചെയ്യാം, പുറത്താവാതെ ട്രേസ് ചെയ്യാൻ അവരെ ശീലിപ്പിക്കാം. വീട്ടിൽ കളിക്കുടുക്കയോ അല്ലെങ്കിൽ മിന്നാമിന്നി പോലുള്ള ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുന്നവർക്കറിയാം, അതിൽ ഇതുപോലുള്ള ട്രേസിങ് എക്സസൈസസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും പ്രസിദ്ധീകരണങ്ങളൊക്കെ വാങ്ങിയിട്ട് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. തീരെ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് എക്സസൈസസ് അതിലുണ്ട്. ആൻഡ് ദ ഫോർത്ത് പോയിൻ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ഈസ് പ്രാക്ടീസ്. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഏത് കാര്യത്തെയും ഏറ്റവും മനോഹരമാക്കുന്നത് കൂടുതൽ ടൈം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. നമ്മളതിനെ എത്രത്തോളം അതിനെ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രയും അത് മനോഹരമായിട്ട് വരുമെന്നാണ് പറയുക അല്ലേ. എന്ന് വെച്ച് 3 വയസ്സുള്ള കുട്ടിയെ പിടിച്ചിരുത്തി ഒരുപാട് നേരം ട്രേസിങ് എക്സസൈസ് ചെയ്യിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർ കൂടി ഇൻട്രസ്റ്റഡ് ആവുന്ന രീതിയിൽ ചിത്രങ്ങളിലൂടെയും വളരെ ഒരുപാട് തരം കളേഴ്സ് ഉപയോഗിച്ചിട്ടും അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ ഈ എക്സസൈസസ് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും പാരൻസായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓരോ കുട്ടിയുടെയും ഇൻട്രസ്റ്റ് അറിയുന്നത് അവരുടെ പാരൻസിന് മാത്രമാണ്. ഇപ്പോൾ അംഗൻവാടിയിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ കൂടി അവിടെ ഇതുപോലുള്ള എക്സസൈസസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു 3-4 വയസ്സുള്ള കുട്ടികൾക്ക് എന്തായാലും അംഗൻവാടിയിൽ നിന്നോ കൊടുത്തിട്ടില്ലെങ്കിലും വീട്ടിൽ നിന്നെങ്കിലും ഒരു ദിവസം ഒരു വർക്ക്ഷീറ്റെങ്കിലും നിങ്ങൾ ചെയ്യിപ്പിക്കുക. അത്രയും നല്ലതായിരിക്കും. അത് അവർക്കൊരു ബേസ് കിട്ടും. ഞാൻ എൻ്റെ മോനൊക്കെ അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്ത്, അവൻ അംഗൻവാടിയിൽ പോയിട്ടില്ല, ആ സമയത്ത് കൊറോണയായിരുന്നു. ആ സമയത്ത് വീട്ടിലിരുന്നുകൊണ്ട് ഇതുപോലുള്ള വർക്ക്ഷീറ്റ്സ് ഒരുപാട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കോപ്പി റൈറ്റിംഗ്. 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും ഇത് ആപ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഒരു 4 വയസ്സ് മുതലൊക്കെ നമുക്ക് കോപ്പി എഴുതിച്ച് തുടങ്ങാം. LKG UKGയിലൊക്കെ ഇപ്പോൾ കോപ്പി എഴുത്ത് മസ്റ്റാണ്. അപ്പോൾ അടിച്ചും ശകാരിച്ചും കോപ്പി എഴുതിപ്പിക്കുന്നതിന് പകരം നമ്മൾ അവരെ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുക. പാരൻസ് എഴുതി സഹായിക്കരുത്. കാരണം അവരെ കൈയക്ഷരം നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വലിപ്പമുണ്ട്, അത് എഴുതേണ്ട രീതിയുണ്ട്. അതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അതിൻ്റേതായ രീതിയിൽ എഴുതിപ്പിക്കുക. ഇപ്പോൾ 4 ലൈൻ കോപ്പി ആയാൽ പോലും ബിഗ് ലെറ്ററിനും സ്മോൾ ലെറ്ററിനും എഴുതുന്നതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ കുട്ടി അവർ പോലും അറിയാതെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് പിന്നീട് കോപ്പി ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ എഴുതാൻ അവർക്ക് സാധിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ കൈയക്ഷരം മോശമാണ് എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഇന്ന് തന്നെ അവർക്കൊരു കോപ്പി വാങ്ങിക്കൊടുക്കുക. അത് 4ാം ക്ലാസ്സിലായിക്കോട്ടെ, 5ാം ക്ലാസ്സിലായിക്കോട്ടെ, 7ാം ക്ലാസ്സിലായിക്കോട്ടെ, എപ്പോഴായാലും കുഴപ്പമില്ല, കോപ്പി എഴുതി ശീലിപ്പിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പ്രോപ്പർ പോസ്ചർ ഓർ പൊസിഷനിങ്. അതായത് എഴുതാനിരിക്കുന്ന കുട്ടിയുടെ ആ ഒരു ഇരുത്തം അത് റെഡിയാക്കുക എന്നുള്ളതാണ്. കുട്ടി പേന പിടിക്കുന്ന ശൈലി. പല കുട്ടികളും വളരെ തെറ്റായ രീതിയിലാണ് പേന പിടിക്കുന്നത്. അവർക്കറിയില്ല എങ്ങനെ പിടിക്കണമെന്ന്. അത് അമ്മമാരൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ എങ്ങനെയാണ് പേന പിടിക്കാറ്? നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ചാണ് നമ്മൾ പേന പിടിക്കാറല്ലേ. അപ്പോൾ അത് ശരിയായൊരു രീതിയിൽ അവരെ പേന പിടിക്കാൻ വേണ്ടി ആദ്യം പഠിപ്പിക്കുക. ഇല്ലെങ്കിൽ പിന്നീട് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബുക്ക് വെക്കുന്ന രീതി. അപ്പോൾ നേരെ ഇരിക്കുന്ന ഒരു കുട്ടി അതേ ലെവലിൽ തന്നെ ബുക്ക് വെച്ച് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും. ബുക്ക് ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടികളെ ഓർമ്മിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടിയുടെ പൊസിഷനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് പെൻ ഹോൾഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം, മറ്റൊന്ന് ബുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. സിറ്റിംഗ് പൊസിഷൻ, കുട്ടി ഏത് രീതിയിലാണ് ഇരിക്കുന്നത്, വളഞ്ഞാണോ, അങ്ങനെ കുട്ടി നല്ല രീതിയിലാണോ ഇരിക്കുന്നത്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെറുപ്പത്തിലെ എന്താണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതാണ് അവർ വലുതായാലും അവർ കൊണ്ടു നടക്കുന്ന ഒരു രീതി അത് തന്നെയായിരിക്കും. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ? ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചെയ്തു കൊടുക്കാം? അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയണം കേട്ടോ. വെറുതെ വീഡിയോ കണ്ടു പോയാൽ പോരാ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ ഇനി വരുംകാല വീഡിയോകൾക്കുള്ള പ്രചോദനമെന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ ഒരു അംഗമാവുക. താങ്ക്